ഞാനിന്ന് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ വറുക്കാൻ വെച്ചുകൊണ്ടാണ്. ഞാനത് അത്യാവശ്യം നന്നായി വറുക്കും. ഒരു ചുമന്ന കളറിൽ വേണം മാവ്. നല്ല രസമുള്ള മാവാണ്. അത് അടി കരിയാൻ പാടില്ല കേട്ടോ. നന്നായി നോക്കി ഇളക്കണം. കരിയാണ്ട് ഇളക്കണം. ഒരു അടി കഴിയാതെ നിന്ന് ഇളക്കിയിട്ട് അത്യാവശ്യം ചെറിയൊരു റെഡിഷ് കളർ നമുക്ക് കാണുമെന്ന് അറിയില്ല, അങ്ങനെയായി വരണം. കരിഞ്ഞാൽ പിന്നെ ഉപ്പുമാവിൻ്റെ രസം പോയിട്ട, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറാവും ഉപ്പുമാവ്. അതിങ്ങനെ അടി പിടിക്കുന്നു, അല്ല കട്ട പിടിക്കുന്നില്ല, നല്ല രസമായിട്ട് വേർതിരിഞ്ഞ് കൊടുക്കും. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. റവ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ വറുത്തുണ്ടെന്ന് പറഞ്ഞ റവയാണ്. പക്ഷെ എന്നാലും അത് നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക രസമാണ്. അങ്ങനെ വറുത്തിട്ട് കാണിക്കാം. വേറെ കളറില്ല, ഒരു റോസ് പോലെ വെള്ളമില്ല റവ. ഇങ്ങനെയാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ വെള്ളം ഉണ്ടാക്കി കഴിയുമ്പോൾ തീരെ ഇട്ടിപ്പിടില്ല, വേർതിരിഞ്ഞ് കിടക്കും. നമുക്ക് ക്യാരറ്റും അതൊക്കെ ഇട്ടിട്ട് അത് ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ റവ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കടുകിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണുള്ളത്. സബോള, പച്ചമുളക്, ഒരു തരി ഇഞ്ചിട്ടുണ്ട്. ഇഞ്ചി, വേപ്പില, ക്യാരറ്റ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഒരു ലേശം മല്ലിയിലയും കൂടി ഇടാം ലാസ്റ്റ്. ഇത് പൊട്ടി വരുന്ന 2 മണി ഉഴുന്നുപരിപ്പ്. അതിനുശേഷം നമ്മുടെ സബോള ഇടാം. മുളക് നന്നായി വാങ്ങി വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പിൽ വെച്ചത്. ഇപ്പോൾ സബോള ലാകം വഴന്നു വന്നത് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടത്. ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. അത് നന്നായി വഴഞ്ഞ് സബോള ഒരു വിധം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേപ്പില, പച്ചമുളക്, ഒരു തരി ഇഞ്ചി, ഒരു ഉള്ളി ഇഞ്ചിയുടെ മണത്തിന് വേണ്ടി അതും കൂടി ഇട്ടിട്ട് പച്ചമുളക് മുളക് വെക്കാം.
അതിൻ്റെ പച്ചമുളകൊക്കെ പോയി വന്നിട്ട് അപ്പോൾ നമുക്ക് വറ്റൽമുളക് അതിലേക്കിടാം. വറ്റൽമുളക് ആ വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ട് നായി വരട്ടെ. അത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇടണം. ക്യാരറ്റ് ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവ ഇട്ട് കൊടുക്കാം. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന് നെയ്യുണ്ട്. അതുപോലെ ക്യാരറ്റൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ള ഇത്രയും വറക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അധികം ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ നല്ല ഇടിച്ചിൽ കിട്ടും. കട്ടയാകുമ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് പാകത്തിൽ എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാണ് ഇപ്പോൾ ഞാനുണ്ടാക്കിയ ഉപ്പുമാവ്. നല്ല ഹെൽത്തിയായ ഉപ്പുമാവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.